കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർക്കായുള്ള മെനിഞ്ചറ്റിസ് വാക്സിനേഷൻ കണ്ണൂർ ജില്ലയിൽ തുടങ്ങി. ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. അനുഷ്ഠാന കർമ്മം നിർവഹിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ തന്നെയാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകാനുള്ള തീരുമാനം. ആ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന സഹോദരന്മാർക്ക് ആരോഗ്യ പരിപാലന പരീക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വാക്സിനേഷൻ ആ കർമ്മം കൂടി നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിൽ ഹജ്ജ് കർമ്മത്തിന് എത്തിച്ചേരുന്ന ഒരു സംഗമ ഭൂമിയിൽ ആരോഗ്യ പരിപാലനം നിർവഹിക്കുന്നതിന് വാക്സിനേഷൻ മാത്രമല്ല, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ നിറഞ്ഞ അനുഗ്രഹം കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിശുദ്ധമായ ഹജ്ജ് കർമ്മം നടത്തി ഇതുപോലെ തിരിച്ചു വരാൻ കഴിയും. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ മിക്ക ഹജ്ജിമാർ പോകുന്ന ക്യാമ്പുകളിലും പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പൊതുപ്രവർത്തകനാണ്. അവിടെ എല്ലാം കാണുന്ന നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ, അതുപോലെ മറ്റു കാരണവന്മാർ ഉൾപ്പെടെയുള്ള പുരുഷന്മാരും എല്ലാം ആ വിശുദ്ധമായ നാടുകളിൽ പോയി ആ കർമ്മം അനുഷ്ഠാനബോധത്തോട് നിർവഹിച്ച് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹജ്ജ് കമ്മിറ്റി മെമ്പർ OV ജാഫർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. RCH ഓഫീസർ ഡോക്ടർ അശ്വിൻ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, RMO ഡോക്ടർ സുമിൻ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിലെ 254 പേർക്കാണ് വാക്സിനേഷൻ നൽകിയത്. മാർച്ച് 24-ന് കൂത്തുപറമ്പ്, ധർമ്മടം, തലശ്ശേരി മണ്ഡലങ്ങളിലുള്ളവർക്ക് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വെച്ചും 26-ന് തളിപ്പറമ്പ്, ഇരിക്കൂർ മണ്ഡലങ്ങളിലുള്ളവർക്ക് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ വെച്ചും 28-ന് കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളിലുള്ളവർക്ക് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ചും 30-ന് പേരാവൂർ, മട്ടന്നൂർ മണ്ഡലങ്ങളിലുള്ളവർക്ക് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ വെച്ചും വാക്സിനേഷൻ നൽകും. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.